ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മത്തി വെച്ചിട്ട്, അതായത് ചാള വെച്ചിട്ട് എങ്ങനെയാണ് പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് മത്തി വറ്റിച്ചെടുത്ത് ചെയ്തിട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട റെസിപ്പി കൂടെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ ഒരു ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഈ ഡിഷിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്തിട്ടെടുക്കാൻ പോകുന്നത് നമ്മുടെ മിക്സിയുടെ കുഞ്ഞു ജാറിനകത്തേക്ക് ഒരു 10 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതായത് 10 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു 3 ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നതിന്. പിന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1-2 കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ്. ഇത് കയ്യിലില്ലാത്തവർ നമ്മുടെ കുരുമുളക് പൊടി ചേർത്തിയാലും മതിയാകും. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ചേർക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂണോളം നമ്മുടെ വലിയ ജീരകം, അതായത് ഫെനൽ സീഡ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ളതെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെളിച്ചെണ്ണയാണ്. ഒരു 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വെള്ളം ചേർക്കണ്ട, വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഞാനിത് ഇവിടെ ഒരു 1/2 കിലോളം മത്തി നല്ല പോലെ തന്നെ കഴുകിയെടുത്ത് ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്ത് ഇതിനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളിപ്പം പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു മസാല നന്നായിട്ട് തന്നെ ഇതിനൊന്ന് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കുക. അപ്പോഴേ നമ്മുടെ മീനിലൊക്കെ നന്നായിട്ട് അത് പിടിച്ച് കിട്ടുള്ളൂ. ഇതേ രീതിയിൽ ഇതിലാക്കി കൊടുത്തിട്ട് നന്നായിട്ട് അകവും പുറമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് ഇതേ രീതിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 30 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ഡിഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 30 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രഷർ കുക്കർ ഞാൻ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം പ്യൂർ ആയിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 7 ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇതിനൊന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കാണ്. ഒരുപാടൊന്നും വഴണ്ടി കുഴഞ്ഞു കിട്ടുന്നു വേണം, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് ഒന്ന് കളർ മാറി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോൾ നമ്മൾ മസാല ചേർത്ത് വെച്ചിട്ടുള്ള ഈ ഒരു മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു മത്തി നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിനെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ മത്തി നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തിട്ട് കൂടെ കൊടുക്കണം. ഒരുപാട് മുകളിലിടാതെ ആ ഒരു കുക്കറിൻ്റെ ആ ഒരു സ്പേസിനനുസരിച്ചിട്ട് നമ്മൾ ഇതേ രീതിയിലൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഈ പ്ലേറ്റിൽ ബാക്കി നിൽക്കുന്ന ഒരു മസാല കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിവെള്ളമാണ്. ഞാനിവിടെ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലൊന്നും പകുതി ഞാൻ ചേർക്കുന്നുള്ളൂ. അത്യാവശ്യം നല്ല പുളി ഉണ്ട് ഇതിന്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പകുതിയോളം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ നമ്മൾ മസാല തേച്ച് വെച്ചുള്ള പ്ലേറ്റിൽ കുറച്ചും കൂടെ മസാലയൊക്കെ ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഡ്രൈ ആയിട്ട് വേണമെന്നുള്ളവർ എക്സ്ട്രാ പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. അതായത് ആദ്യം ഒഴിച്ചിട്ടുള്ള പുളിവെള്ളം മാത്രം മതിയാകും. പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുത്താൽ മാത്രം മതിയാകും. തവി വെച്ചിട്ടൊന്നും ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, ഫിഷ് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയെടുത്തതിന് ശേഷം ഈ കുക്കറിൻ്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ട് ഇനി നമ്മളിതിനെ വേവിച്ചിട്ട് എടുക്കുകയാണ്. ഇത് നമ്മളൊരു ചെറിയ ഫ്ലെയിമിൻ്റെയും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലാണ് ഈ ഒരു ഇതിൻ്റെ ഫ്ലെയിം വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് കംപ്ലീറ്റ് സ്റ്റീം പോയതിന് ശേഷമാണ് കുക്കറിൻ്റെ അടപ്പ് നമ്മൾ തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ അത് കംപ്ലീറ്റ് സ്റ്റീമും പോയിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഉടഞ്ഞു പോകുകയൊന്നും ചെയ്തിട്ടില്ല. നല്ല കട്ടിക്കുള്ള ഗ്രേവി തന്നെയാണ്. ഒന്ന് ചൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടെ ഒന്ന് മീൻ വറ്റിച്ചെടുത്തിട്ടുള്ള ഒരു ടെക്സ്ചറിലേക്ക് വരും കേട്ടോ. കുറച്ചും കൂടെ ഇങ്ങനെ കുറുകിയിട്ടുള്ള ചാറോട് കൂടിയിട്ട് വരും. ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയം കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് പ്രത്യേകിച്ചും ബാച്ചിലേഴ്സിനൊക്കെ മടിയുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു മത്തി കൊണ്ടുള്ളൊരു ഡിഷാണിത്. നോർമലി നമ്മൾ സവാളയൊക്കെ വഴറ്റിയിട്ടും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ആ ഒരു മടിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി എടുക്കാൻ പ്രഷർ കുക്കറിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന മത്തി കൊണ്ടുള്ള ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്